ഗൈസ് പെട്ട് പോയി. അവൻ പറ്റിച്ചു ഗൈസ്, പറ്റിച്ചു. കൂട്ടുകാരൻ പറ്റിച്ചു ഗൈസ്, പറ്റിച്ചു. ഒരാള് ഈരെ കണ്ടുകൂടെന്നാണ് പറഞ്ഞത്. ഓ ഇല്ല, പറ്റിയിട്ടില്ല. ഇങ്ങനത്തെ പരിപാടിക്ക് തരണം. വണ്ടി ടെസ്റ്റിനെ ആകുമ്പോഴത്തേക്കൊന്നും നടന്നില്ല. അത് ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി വർക്ക്ഷോപ്പിലാണ്. അപ്പം ഞാനിപ്പോൾ നടന്നുകൊണ്ട് അവസ്ഥയാണ്. വണ്ടി ഇതിനകത്തോട്ട് നടന്നു പോയാണ്. അപ്പം വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, വണ്ടി ടാക്സ് ഉണ്ട്. ടാക്സ് മുടക്കും. പിന്നെ പെൻഡിങ് ഉണ്ട്. പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ എന്തൊക്കെ കുഴപ്പങ്ങളാണ്. പിന്നെ വണ്ടിക്ക് എനിക്ക് പെറ്റി ഇടുന്നുണ്ട്, 3500 പെറ്റി ഇടുന്നു. അതാണ്. അപ്പോൾ അത് പിന്നെ വണ്ടിയും ആധാർ നമ്പർ ലിങ്ക് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ബാക്കിയുള്ള കാര്യം ഞാൻ പറഞ്ഞു മാധവി പറഞ്ഞു. ഞാൻ നടന്നു എല്ലാ കാര്യങ്ങളും പറയേണ്ട അവസ്ഥയാണ്. ഓക്കെ, അവിടെ വണ്ടിയുടെ അവസ്ഥ അവിടെ, വണ്ടിയുടെ അവസ്ഥ കണ്ടു തരാം. വണ്ടി തൊട്ടില്ലെന്ന് തോന്നുന്നു. ആ അതായിരിക്കണം. എവിടെ ആയിരിക്കണം? തൊട്ടില്ല. ശരി, കഷ്ടമാണല്ലേ. ഇറങ്ങിപ്പോ ഇന്നലെ ശരിയാക്കി കൊടുത്തത് ആചാരൻ, എന്നിട്ട് ഇതിന് തൊട്ടുപോലില്ല. അരെ ഇവിടെ അങ്ങനെ വണ്ടി ഞാൻ ഇതിരുത്ത് ഇതുകൊണ്ടുവന്നു. അപ്പോൾ അവിടെ വണ്ടി പണിയൊന്നും ചെയ്തില്ല, ഇന്നലെ കൊടുത്തതാണ്. ഞാൻ ചെയ്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങെടുത്തുകൊണ്ട് വന്നു. പിന്നെ മാത്രമല്ല, എൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. ഞാൻ അതാണ്ട് സാധനം എടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ജോലിക്ക് പോയില്ലേ? അപ്പം എനിക്ക് എൻ്റെ ഷോക്കസറും പഴയ ഷോക്കസറും, അപ്പോൾ ഈ ഷോക്കസർ വയ്ക്കാൻ പറ്റില്ല. അപ്പം സാധാ ഷോക്കസർ ഉണ്ട്. അത് എടുക്കാനും പിന്നെ എന്താ സൈഡ് ചെയിൻ കവർ എടുക്കാൻ പോയിട്ട് ഞാൻ മറന്നുപോയി. അപ്പം അതിന് വേണ്ടി വീട്ടിലോട്ട് പോയി സാധനം എടുത്തു, നേരെ വർക്ക്ഷോപ്പിലോട്ട് പോയി. വണ്ടിയിൽ ചെറിയൊരു എല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആണ്. അത് ഇന്നൊക്കെ കിട്ടുമോ ഇല്ലേ എന്നറിയാൻ വയ്യ. വണ്ടി എന്തായാലും ഇന്ന് കിട്ടുമല്ലോ. ഇന്ന് പാർട്സ് എന്തായാലും വാങ്ങണം. 2-3 പാർട്സുകൾ വാങ്ങാനുണ്ട്. അത് വാങ്ങിച്ചേ പറ്റൂ. എവിടെ പോയത്? ഓ അങ്ങനെ ഓട്ടാ. എൻ്റെ അമ്മയെ കവർ വിട്ടു വന്നു. കൊച്ചു കവർ പൊട്ടിയിരിക്കുന്നു. പയ്യപ്പോ ഓക്കെ. ഇന്നോട്ട് അങ്ങനെ വണ്ടി ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ ഹാൻഡിൽ വാങ്ങണം, എൻ്റെ വൈസർ മാറ്റണം. ഷോക്കസർ പഴയ ഷോക്കസറാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ അയച്ചു തരാം, ഇവിടെ താഴെ കാണിച്ചേക്കാം. പിന്നെ മാത്രമല്ല, വണ്ടി ടെസ്റ്റ് ചെയ്യുന്ന ഈ സമയത്ത് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. വണ്ടി കളർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. വണ്ടി എല്ലാ പേപ്പറും കറക്റ്റ് ആയാൽ മാത്രമേ വണ്ടി കളർ ചേഞ്ച് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത് ടെസ്റ്റ് കഴിഞ്ഞ ശേഷമേ ഇനി വണ്ടി ആ ബുക്ക് കിട്ടി മാത്രമേ കളർ ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാവരും നോക്കുക. വണ്ടി ഉടനെ ചാടി കയറി ആരും കയറി ചെയ്ത് കളയല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഫുള്ള് പേപ്പർ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ. പിന്നെ ടാക്സ് മുടങ്ങി കിടക്കണം. പിന്നെ പെൻഡിങ് വരും, നല്ല പെൻഡിങ് ഉണ്ട്. അപ്പോൾ എനിക്കതിനപ്പം മറ്റേത് അടച്ചപ്പോൾ തന്നെ 3 അടുപ്പിച്ചെന്തോ വന്നു. പെറ്റി തന്നെ 3500 എന്താ പെറ്റി വന്നു. ആ പെറ്റിയും കൂടെ അടച്ച് എല്ലാം തീർത്താൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കൂ. അപ്പോൾ പെറ്റി അടച്ച് തീർന്ന്, ടാക്സ് മുതൽ മുടക്കുണ്ട്. പറഞ്ഞാൽ ഡേറ്റ് കഴിഞ്ഞ് എൻ്റെ വരും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്.
പിന്നെ അവിടെ അടയ്ക്കാൻ എത്ര രൂപ അടയ്ക്കണം? 6000 രൂപ എന്താ അടയ്ക്കണം. പിന്നെ മുടക്കിൻ്റെ പൈസ ഇതാണ് ഇപ്പം അവസ്ഥ. കണ്ടോ, ഇങ്ങനെ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഇപ്പം. തിരിക്കാനും പറ്റൂല, വിളയ്ക്കാനും പറ്റാത്ത അവസ്ഥയാണ്. പെട്ടുപോയി. അത് തറയിൽ പോവുകയും ചെയ്യും, ഇതും തറയിൽ പോവുകയും ചെയ്യും. പിടിച്ചങ്ങ് ഫ്രണ്ടിൽ പോവും. ഇത് കുറച്ച് പൈസ ആയുള്ളൂ, എന്നിട്ട് രക്ഷപ്പെട്ട്. 1100 ഈ രണ്ടും, പിന്നെ എൻ്റെ ബുഷും ഓയിലും പറഞ്ഞില്ല, ഇതിൻ്റെ നട്ടും, പിന്നെ എൻ്റെ ഇതും മാറ്റി, പ്ലഗ് മാറ്റി വെച്ചു. ഈ രണ്ടും ഇത്രയും 3 സാധനം മാറ്റിയാണ് 1300 രൂപയായി. ഇടക്കത്തെ റേറ്റ് ഇപ്പോൾ എല്ലാത്തിനും. ഓക്കെ, ഇനി അതിലേ പോയി ഞാൻ എടുക്കും. അതിലേക്കൂടെ സാധാനം പയ്യപ്പോ. ഓക്കെ, ഞാൻ കട എത്തിയിട്ട് കാണാം. ലോണൊന്നും സാധനമില്ല. എങ്ങനെയെങ്കിലാണ് അവനെ കൊണ്ടുപോകണം. പട്ടി ചാടല്ലടാ, റിക്കറ എങ്ങനെയല്ലടാ കൊണ്ടുവരണം. നോക്കിയൊന്നുമില്ല ചാടും കേട്ടോ ഫുള്ള് ആൾക്കാർ. അന്നും ചാടിത്തരെയാണ്. മറ്റേ ബോൾട്ടെല്ലാം തൊള്ളുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനി എത്ര ആവുമെന്ന് എനിക്കറിഞ്ഞൂടാ. വണ്ടിയുടെ ടെസ്റ്റിന് നല്ല പൈസ ആവും. അത് മുടക്കും കാര്യങ്ങളും കിടക്കണമുണ്ട്. കാരണം അതടി 6 അടുപ്പിച്ച് വരുന്നുണ്ട്. പിന്നെ പെയിൻറ്റിന് ചെന്നപ്പോൾ 4 പറഞ്ഞുണ്ട്. ഞാൻ കറക്കി പിടിച്ചൊരു 3 ആക്കാം. അതേ വഴിയുള്ളൂ. ബഡ്ജറ്റ് 1 കുറവാണ് ബഡ്ജറ്റ്. ഓക്കെ, ഇനി കട എത്തിയിട്ട് വേണം. മഴ, ഒടുക്കത്തെ മഴ തുറക്കത്തില്ല. രാവിലെ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ തോന്നുന്നില്ല. ഓക്കെ, അപ്പം ഇന്നത്തെ പരിപാടി നടക്കൂല്ലെന്ന് എനിക്ക് നോക്കാം. വണ്ടിയാ കിട്ടിയിട്ടുണ്ട്. വണ്ടി എനിക്ക് കൈ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം കണ്ടുപിടിക്കാൻ പറ്റുന്നത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിൽ ചെറിയൊരു അബദ്ധം കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കാം. ഞാൻ ഫുള്ള് കാണിച്ചു തരാം. വണ്ടി ഫുള്ള് എന്താ വ്യത്യാസമുണ്ട് അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഒരു കമൻറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് കൊണ്ടുപോകണ അവസ്ഥ. അതുകൊണ്ടോ ഇപ്പം മഴയാണ്ട്, നല്ല മഴയാണ്. അപ്പോൾ എനിക്ക് ജസ്റ്റ് തോന്നിയപ്പോൾ ഉണ്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂ. എന്നെ നനച്ചാൽ പണിയാണ്, നല്ല പണിയാണ്. ഓക്കെ, അപ്പോൾ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം എൻ്റെ പാട്. മഴ ഒടുക്കത്തെ മഴ. എൻ്റെ കോലതാണ് മഴയുണ്ട്. എനിക്ക് വേണ്ട സൈലൻസർ വെൽഡ് ചെയ്യണം. അപ്പം പഴയ സെൻസറാണ്. അപ്പം പിന്നെ പോയി. അപ്പം പിന്നെ ഗ്യാസ് വെൽഡ് ചെയ്തും സെറ്റ് ചെയ്യണം. ഇന്നത്തെ കുറച്ച് പരിപാടിയാണ്. അപ്പം ഡേ 2 ആരാണോ പറമ്പി അങ്ങോട്ട് പോകണ തമ്പി. അവിടുത്തെ വീട്ടിലൊരു ചെറിയൊരു കൊച്ചു മോള് തണുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു തന്നെ. കാണാൻ പറ്റുമില്ലേ? എവിടെയോ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, വെൽഡിങ് വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. നല്ല സ്ഥലമെന്ന് പറഞ്ഞാൽ
പെയിൻറ്റ് ചെയ്തെടുത്ത് അല്ല ഷോപ്പ് എടുത്താണ്ടെന്ന് പറഞ്ഞു. ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞു. അവിടെ എത്തി. കിട്ടി. ഇത് ആളില്ലടി. അവിടെ ഉണ്ടല്ലോ. ഒന്നുണ്ട്. ഐസ് അങ്ങനെ എന്താ സാധനം കിട്ടിയിട്ടുണ്ട്. സെറ്റപ്പാക്കി കുറച്ച് വെൽഡ് ചെയ്ത് ഗ്യാസ് വെൽഡിങ് ആണ്. അപ്പോൾ ഇരിക്കുമെന്ന് പറഞ്ഞ് പക്ഷെ തണുത്തിട്ടുണ്ട്. അപ്പം ഇനി നേരെ വർക്ക്ഷോപ്പിൽ പോവാം. ഇവനെ അവിടെ കൊണ്ടുവച്ചിട്ട് എനിക്ക് ഇതിനെയും പെയിൻറ്റ് ചെയ്യണം അതിനെയും പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. രണ്ടും കൊണ്ടുവേണ്ടി വരും. അപ്പോൾ അത് ഇങ്ങനെ വെച്ചുകൊണ്ടേ പോകാൻ പറ്റും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വഴിക്ക് ഇതിൻ്റെ ഹാൻഡിൽ ഞാൻ നേരത്തെ വീണിട്ടില്ലേ, ഹാൻഡിൽ മാറിപ്പോയി. വാങ്ങിച്ചത് സ്റ്റോക്കാണ് വാങ്ങണ്ട, ഞാൻ മാറിപ്പോയി. എൻ്റെ ഇരുന്ന ഹാൻഡിലായിപ്പോയി. അപ്പം ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഞാൻ സ്റ്റോക്ക് വാങ്ങാൻ പറ്റുമോ ഇല്ലേന്ന് ചോദിക്കണം. പോയിട്ട് പിന്നെ എൻ്റെ ബാക്കിലത്തെ റിഫ്ലക്ടർ ഇല്ല അതിൻ്റെ വണ്ടിയിൽ. പിന്നെ വേറെ പണിയെന്ന് വെച്ചാൽ പിന്നെ പെയിൻറ്റ് നമ്മൾ വാങ്ങണം. അല്ല പെയിൻറ്റ് സ്റ്റിക്കർ നമ്മൾ വാങ്ങണം. സ്റ്റിക്കർ ഞാൻ വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പം 2-3 കടകളിൽ പോയി തിരക്കിയപ്പം ഇപ്പോൾ പെയിൻറ്റ് സ്റ്റിക്കർ ചെയ്യുമ്പോഴേക്കാളും എൻ്റെ ഒറിജിനൽ സ്റ്റിക്കർ കിട്ടുമെന്നാണ് പറയണത്. എൻ്റെ ഗ്രാഫിക്സിൻ്റെ സ്റ്റിക്കർ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഞാൻ പോയി വാങ്ങാന്ന് വെച്ചു. ഈ മഴയ്ക്ക് ഇതാണ് അവസ്ഥ. കണ്ടോ, പച്ച കെട്ടി. ഇനി എങ്ങനെയാണെന്തോ വിഷ്വൽ എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. ഞാനത് എടുത്തു നോക്കാം, അല്ലാതെ വോയിസ് ഓവർ ചെയ്യാറുണ്ട്. മയിൽ ഇവിടെ കയറി പോകും. ഇല്ല, ഇൻഡിക്കേറ്റർ എടുക്കണം. നന്നായി. പാൻറ്റ് മൊത്തം പിടിച്ച് കയറാണ്. ആരത് പയ്യെ പോണത്? ഓക്കെ, എന്നിട്ട് കടയെത്തിയിട്ട് അവിടെ നിന്ന് ഇത് സാധാ വെൽഡിങ് ചെയ്ത് ഇരിക്കുമല്ലോ സാധനം. ഇത് സാധാ വെൽഡ് ചെയ്ത് ഇരിക്കുമല്ലോ, ഗ്യാസ് വെൽഡിങ്ങാണ് നല്ലത്. ഇപ്പോൾ പുള്ളി പറയണത് വേറെ തകിടിട്ട് അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞത് തകിടിട്ട് അടിച്ചിട്ടില്ല അതിൽ, വേറെ വർക്കൊന്നും ചെയ്തിട്ടില്ല അതിൽ. ഓക്കെ, ഇനി നേരെ അങ്ങോട്ടിട്ടാണ് അതങ്ങനെ കൊടുത്തു. ഇതിൻ്റെ എൻജിൻ ഫൗണ്ടേഷൻ ബോട്ട് കംപ്ലൈൻ്റാണ് ദിവസമാണ്. അപ്പം കയ്യിൽ കറക്റ്റ് എവറേജ് അടിക്കണം. ഞാൻ ഇടയ്ക്ക് ഏത് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അത് ഫൗണ്ടേഷൻ കിട്ടാനില്ല. അപ്പം വേറൊരു കടയിലുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം. കിട്ടോ ഇല്ലേന്ന് കൺഫേം അല്ല, എന്നാലും നോക്കിയിട്ട് വരാം. എന്നാലും അടുത്ത ഒരു കടയിൽ ഓർഡർ കൊടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ വാങ്ങിച്ച കടയല്ലേ, അവിടെ സാധനം ഓർഡർ ചെയ്യാൻ പറ്റും. പിടിച്ച് എന്താ ഇങ്ങനെ വഴിയിലാക്കിയ, ഇങ്ങനെ പിന്നെ വഴിയിലാക്കിയ അടിപൊളി കണ്ടു. ഓക്കെ, ഇനി അങ്ങോട്ട് പോയിട്ട് കാണാം. അങ്ങനെതാ ഇതും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഫൗണ്ടേഷൻ ബോൾട്ട് കിട്ടി. ബാധ്യത 2 ഫൗണ്ടേഷൻ ബോൾട്ട് കിട്ടി. ലൈറ്റ് വാങ്ങിച്ച് ലൈറ്റ് അടിച്ചു പോയി. സ്റ്റിക്കർ സത്യം പറഞ്ഞാൽ സ്റ്റിക്കർ ഇപ്പം സ്റ്റിക്കറുകളെ കൂടി ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കെല്ലാം ഉണ്ട്. പയ്യമ്മ തൂക്കിയ
അങ്ങനെ കാര്യങ്ങളൊക്കെ സാധനങ്ങൾ കിട്ടി. ഇനി നേരെ വർഷോപ്പിലോട്ട് പോവാം. അപ്പം ഈ മഴ ഒരാള് ഈരെ കണ്ടുകൂടെന്നാണ് പറഞ്ഞത്. കൈസ് പെട്ട് പോയി. അവൻ പറ്റിച്ചു കൈസ്, പറ്റിച്ചു. കൂട്ടുകാരൻ പറ്റിച്ചു കൈസ്, പറ്റിച്ചു. അവൻ അതുകൊണ്ട് ഇനി ഇവിടെ നമ്മുടെ ഗുരുദേവ അവിടെ കൊടുത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം പുള്ളി വിളിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു.